ബംഗാളിൽ മമതയെ ബാബർ തോൽപ്പിക്കുമെന്ന് പറഞ്ഞില്ല, അതെന്താ എനിക്ക് മനസ്സിലായില്ല. അതൊരു യാഥാർത്ഥ്യബോധമുള്ള ഒരു വിലയിരുത്തലാണ്. കാരണം ബംഗാളിൽ CPM ദീർഘകാലം ഭരിച്ചു. CPMനെ വിജയിപ്പിച്ചിരുന്നത് മുസ്ലിം വോട്ടുകളാണ്. ആ മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ ഷിഫ്റ്റ് ചെയ്തു തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമായിട്ട്, TMCക്ക് അനുകൂലമായി. അങ്ങനെ മമത അങ്ങനെ കിരീടം വയ്ക്കാത്ത റാണിയായിട്ട് അവിടെ ബംഗാളിനെ അടക്കി വാഴുന്നു. പക്ഷേ ഇതിനകത്തൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബംഗാളിലെ ഈ മുസ്ലിം വോട്ടുകൾ, ബംഗാളിൽ 32% മുസ്ലിങ്ങൾ. മുസ്ലിം വോട്ടർമാരിൽ നല്ല ശതമാനം, മഹാഭൂരിപക്ഷവും ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കയറി വന്നവരാണ്. CPM പണ്ടവർക്ക് വോട്ടർ കാർഡ് കൊടുത്തു, ആധാർ കൊടുത്തു, മമത ഇപ്പോൾ ആധാർ കൊടുത്തു, റേഷൻ കാർഡ് കൊടുത്തു, അങ്ങനെ അവരെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ SIR വഴി പുറത്തു പോവുകയാണ്. പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം. ബംഗാളിൽ മമതയുടെ പാർട്ടിക്കാരനായിരുന്ന ഹുമയൂൺ കബീർ, അയാൾ പാർട്ടി വിട്ടിട്ട് അയാൾ മുർഷിദാബാദിലെ ബൽദംഗ എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾ പ്രഖ്യാപിച്ചു ഡിസംബർ 6 കല്ലിട്ടു. സൗദിയിൽ നിന്നൊക്കെ വന്നിരുന്ന വല്ലാക്കന്മാരൊക്കെ വന്നിട്ടാണ് കല്ലിട്ടത്. ബാബറി മസ്ജിദ് പണിയാൻ പോവാണ്. 300 കോടി ചിലവുള്ള ബാബറി മസ്ജിദ് പണിയും. അത് ബാബറി മസ്ജിദ് മാത്രമല്ല, 25,000 പേർക്ക് ഒരേ സമയത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കൂറ്റൻ ബാബറി മസ്ജിദ്. എന്നിട്ട് 200-200 കിടക്കയുള്ള ഒരു ആശുപത്രി, പിന്നെ ഗസ്റ്റ് ഹൗസ്, മെഡിക്കൽ കോളേജ് എല്ലാം ചേർന്ന വലിയൊരു സമുച്ചയമാണ്. അതിനുള്ള സ്ഥലമൊക്കെ വാങ്ങി അങ്ങനെ തറക്കല്ലിട്ടു. ആ പരിപാടിക്ക് മാത്രം വേണ്ട 2 ലക്ഷം പേര് പങ്കെടുത്തു. 2 ലക്ഷം പേര് പങ്കെടുത്തിട്ട് പറഞ്ഞു, അപ്പോഴത്തേക്ക് മമത ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ഇപ്പോൾ മമതയെ ഞാൻ കിങ് മേക്കർ ആകാൻ പോവാം, മമത ഇനി ബംഗാൾ ഭരിക്കില്ല. മമത ബംഗാൾ ഭരിക്കില്ല എന്ന് മാത്രമല്ല, മമതയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും. അതിനുവേണ്ടി ഞാനൊരു പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് ഈ ഹുമയൂൺ കബീർ പറഞ്ഞിരുന്നു. ഹുമയൂൺ കബീർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രഖ്യാപിച്ചു, ജനതാ ഉന്നയൻ പാർട്ടി, JUP പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾ 182 സീറ്റുകളിൽ മത്സരിക്കും. 182 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് അസംബ്ലിയിലാകെ 294 സീറ്റുകളാണുള്ളത്. 182 സീറ്റുകളിൽ JUP മത്സരിക്കും, സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു 3ാം മുന്നണി ഉണ്ടാക്കാൻ പോവുകയാണ്. 3ാം മുന്നണി ഉണ്ടാക്കി ISF എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പാർട്ടിയുണ്ട്. ISFിലെ നൗഷാദ് സിദ്ദിഖിയുമായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് മറ്റൊരു മുസ്ലിം പാർട്ടിയാണല്ലോ CPM മുഹമ്മദ് സലീമുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, കോൺഗ്രസുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, AIMIMൻ്റെ അസദുദ്ദീൻ ഒവൈസിയുമായിട്ട് ചർച്ച നടത്തി, കോൺഗ്രസുമായിട്ടും ചർച്ച നടത്താൻ തയ്യാറാണ്. കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്കൊന്നും, ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് മത്സരിക്കും, ഇപ്പം തന്നെ ഒന്നുമില്ലാത്തതുകൊണ്ട് എന്ത് ചോദിക്കാം, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ 15-ാം തീയതി കൂടി ഇയാൾ ഒരു 3ാം മുന്നണി രൂപീകരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാം മുസ്ലിം സ്വഭാവമുള്ള പാർട്ടിയാണ്. CPMനാണെങ്കിലും കുറച്ച് മുസ്ലിം ബേസ് ഉണ്ട്. മുഹമ്മദ് സലീം ആണല്ലോ ജനറൽ സെക്രട്ടറി, അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ബംഗാളിലെ മുർഷിദാബാദ്, മാൽഡ, ഉത്തര ദിനാജ്പൂർ, വടക്കൻ 24 ഫർഗാനാസ്, ഈ പ്രദേശങ്ങളിലാണ് മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണമുള്ളത്. അവിടെ ഈ പറയുന്ന പോലെ JUPയും ഒവൈസിയുടെ പാർട്ടിയും ISFും ചേർന്നൊരു മുന്നണി ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിൽ മുസ്ലിം വോട്ടുകൾ അങ്ങോട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ബംഗാളിൽ നടന്നിട്ടുണ്ട്. ബംഗാളിലിപ്പോൾ ബാബറി മസ്ജിദ് നിർമ്മിക്കും എന്നൊക്കെ പറഞ്ഞ് 300 കോടി രൂപ. ഇപ്പോൾ ഇയാൾ ഹുമയൂൺ കബീർ പറഞ്ഞിട്ടുണ്ട്, പൈസ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരു വ്യക്തി, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ, ചില പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിൻപുറത്ത് സൈക്കിളേറ്റം ഉണ്ടായിരുന്നു. സൈക്കിളേറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ ഉണ്ട്, വാഴക്കുലയൊക്കെ കിട്ടും. ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല, വാഴക്കുലയൊക്കെ ഇവർക്ക് കൊണ്ട് ആളിന് സമ്മാനം കൊടുക്കും. എന്നിട്ട് പറയും, ഇപ്പോൾ കേട്ടിരിക്കുന്ന വാഴക്കുല ലേലം ചെയ്യുകയാണ്. അപ്പോൾ ഓരോരുത്തർ ലേലം പിടിക്കും, 5 രൂപ, 2 രൂപ, 50 പൈസയൊക്കെ ലേലം പിടിക്കും. അപ്പോൾ പറയും, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ 2 രൂപ ലേലം തുകയായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ 80 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. 80 കോടിയെ വേറൊരാൾ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാബറി മസ്ജിദിൻ്റെ ചിത്രമുള്ള ടീഷർട്ടുകൾ പ്രിൻ്റ് ചെയ്ത് അത് വലിയ വിൽപ്പന നടക്കുന്നത്, വലിയ തരംഗമാണ്. 2 ലക്ഷം പേരാണ് ഈ ബാബറി മസ്ജിദിൻ്റെ തറക്കല്ലിടലിന് വന്നത്. അപ്പോൾ മുസ്ലിം വോട്ടുകൾക്ക് ഒരു വലിയ ഭിന്നിപ്പുണ്ടാകുന്നു. ഈ ഭിന്നിപ്പ് ഉണ്ടാവുന്നു എന്ന് കണക്കാക്കിയിട്ടാണ് ഒരു കാര്യമില്ലാതെ ഡൽഹി വരെ പോയി കോടതിയിൽ പോയിട്ട് മമത ഒരു നാടകം നടത്തിയത്. വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനേ ഉള്ളൂ, ഞാൻ പൊരുതും, സുപ്രീം കോടതി വരെ പോയി ഞാൻ പൊരുതും എന്നാണ് പറയുന്നത്. എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ കത്തിക്കയറി വിക്കി അത് സംസാരിച്ചത് 2.5 മണിക്കൂർ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ്
കോടതി ഒന്ന് കേൾക്കാൻ തയ്യാറാ. പറഞ്ഞു തുടങ്ങിയപ്പോഴും നിങ്ങൾക്ക് നല്ല ഒന്നാം തരം വക്കീലില്ലേ, അത് അയാൾ അങ്ങനെ നന്നായിട്ട് സംസാരിക്കുമല്ലോ, അങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കോടതി നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അവർ വന്ന് 10-15 മിനിറ്റ് സംസാരിച്ച് തള്ള പോയി. ഏതായാലും തള്ള വല്ല കാര്യം പോക്കാണെന്ന് തോന്നുന്ന തരത്തിലാണ് ഈ പറഞ്ഞതുപോലെ ബംഗാളിലെ സ്ഥിതി വല്ലാതെ മാറുകയാണ്. അപ്പോൾ BJPയുടെ മുന്നണി, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ഈ പറഞ്ഞ പോലെ CPM ഉൾപ്പെടെ ചേർന്നിട്ട് ISFും JUPയും ചേർന്ന് ഒരു മുന്നണിയും കൂടെ ഉണ്ടായി മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ, ഒപ്പം SIRലൂടെ ഒഴിവാക്കപ്പെടുന്ന വോട്ടുകൾ, അനധികൃത കുടിയേറ്റക്കാരായിട്ട് വന്നിട്ട് ബംഗ്ലാദേശി മുസ്ലിങ്ങൾ ഇവിടെ വന്ന് വോട്ടർ പട്ടികയിൽ കയറിയിരിക്കുന്ന ആളുകൾ ഒഴിവാക്കപ്പെടുകയും ചെയ്താൽ മമത തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. BJPയെ സംബന്ധിച്ച് ഈ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകുമ്പോൾ BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ബംഗാളിലെ പത്രങ്ങളൊക്കെ പറയുന്നുണ്ട് BJPക്ക് അനുകൂലമായ ഒരവസ്ഥയുണ്ട്. കാരണം ബംഗാളിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യം പറയുന്ന പോലെ 2 സീറ്റുകളായിരുന്നു ബംഗാളിലുണ്ടായിരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ BJPക്ക് നേടാൻ പറ്റി. പിന്നെ കുറച്ച് പേരൊക്കെ BJPയിൽ നിന്ന് തൃണമൂലിലേക്കൊക്കെ പോയി. കാരണം തൃണമൂലിൽ നിന്ന് വന്നവരെ, അത് മമത കളിച്ചൊരു കളിയായിരുന്നു, കുറച്ച് പേരെ ചാരന്മാരായിട്ട് BJPയിലേക്ക് വിട്ടു. അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞ് BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നേരെ തിരിച്ചങ്ങോട്ട് പോയി. മമത ഒന്നാം തരം രാഷ്ട്രീയക്കാരിയാണ്, ഒന്നാം തരം കളിക്കാരിയാണ്, എന്ത് കളി കളിക്കാനും മമതയ്ക്കറിയാം. അപ്പോൾ അതിന് ഈ മമതയുടെ ഒപ്പം ഫിഗറുള്ള ഒരു നേതാവ് ബംഗാളിൽ BJPക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. പക്ഷേ ത്രിപുരയിലും അങ്ങനെയായിരുന്നു. ഇവിടെ പാർട്ടി BJP അവിടെ നിൽക്കുന്ന ഒരാളെ കാണിച്ചിട്ടൊന്നുമില്ല. സ്ട്രാറ്റജി വളരെ ക്ലിയറാണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ പണിയെടുക്കുന്നു. RSS ആണെങ്കിലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബംഗാളിൽ കാര്യമായ പണിയെടുക്കുന്നുണ്ട്. ഈ ബാബറി മസ്ജിദ് ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങളുടെ ഒത്തുചേരൽ കാണുമ്പോൾ സ്വാഭാവികമായും ഹിന്ദുക്കൾക്കൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഗീതാലാപന പരിപാടി പശ്ചിമ ബംഗാളിൽ കൊൽക്കത്തയിൽ നടന്നത്. 2 ലക്ഷം പേരാണ് പങ്കെടുത്തത്. ബംഗാളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാദറിംഗ് ആയിരുന്നു. അപ്പോൾ ഹിന്ദു വോട്ടുകളും വല്ലാത്ത കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബംഗാൾ ഇലക്ഷൻ എന്ന് പറയുന്നത് ഇത്തവണ ബംഗാളിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഏതായാലും ബംഗാളിലെ രാഷ്ട്രീയ സമവാക്യം മാറ്റിയെഴുതാൻ ഹുമയൂൺ കബീറിന് കഴിയുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇത് ബംഗ്ലാദേശിലെ വാർത്താമാധ്യമങ്ങൾ പറയുന്നുണ്ട്. ബംഗ്ലാദേശിലെ വാർത്താമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹുമയൂൺ കബീർ ഈ ഉണ്ടാക്കാൻ പോകുന്ന 3-ാം മുന്നണി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന തരത്തിലേക്ക് ചർച്ചകളേ മാറിപ്പോയി. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, നമ്മളെല്ലാ വീഡിയോയും പറയും, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, പറയുന്നില്ല. അവർക്ക് ഈ മമതാ ബാനർജി ആണ് വലിയ നേതാവ്, മമത ഇന്ത്യയുടെ, രാഹുലായില്ലെങ്കിൽ മമത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണമെന്നാണ് ഇവിടുത്തെ സുഡാപ്പികൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു മൂഡ് ഓഫ് ദ നേഷൻ ഒരു സർവേ നടത്തിയിരുന്നു. ഇന്ത്യയിലാകെ മമത പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നത് 2% പേരാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നത് 27% പേരാണ്. ഈ 27% പേര് എവിടെ ഉള്ളവരാണെന്നറിയോ? 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളവരാണ്. തെക്കേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഒരു നറേറ്റീവ്, ഇതൊക്കെയാണ് വസ്തുതകൾ. രാഷ്ട്രീയമായി വലിയ അടിയൊഴുക്കുകൾ, വലിയ പൊളിറ്റിക്കൽ ഡിസൈനിങ്. ഇപ്പം മമത പറയുന്നുണ്ട് ഹുമയൂൺ കബീറിനെ രംഗത്തിറക്കിയിരിക്കുന്നത് BJPയാണ്, BJPയുടെ പ്രോക്സിയാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ ഒവൈസിയെ ഇറക്കിയിരിക്കുന്നത് BJPയാണ്. നേരത്തെ പറയുന്ന ആപ്പിനെ ഇറക്കിയിരിക്കുന്നത് BJPയാണെന്നൊക്കെ പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ. ആ നറേറ്റീവിൻ്റെ ഒരു പുതിയ അലയൊലി ബംഗാളിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ 3-ാം മുന്നണി രൂപീകരിക്കപ്പെടുകയും 15-ാം തീയതി അറിയാം. അപ്പോൾ ഫെബ്രുവരി 11-ന് ഈ ബാബറി മസ്ജിദിൻ്റെ നിർമ്മാണം തുടങ്ങുമെന്ന് ഹുമയൂൺ കബീർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം ഫെബ്രുവരി 11-ന് ആരംഭിക്കുമെങ്കിൽ അതൊരു പക്ഷേ ലക്ഷക്കണക്കിന് മുസ്ലിമുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ബംഗാളിൽ വീണ്ടും മുർഷിദാബാദ്, ബൽദംഗയിൽ സംഭവിച്ചേക്കാം. അപ്പോൾ വലിയൊരു മാറ്റം അവിടെ വരാൻ സാധ്യത കാണുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ എങ്ങനെ CPMൻ്റെ മുസ്ലിം വോട്ടുകൾ മമതയിലേക്ക് ഒഴുകിയോ അതുപോലെ മുസ്ലിം വോട്ടുകൾ ഈ പറയുന്ന ഹുമയൂൺ കബീറിൻ്റെ പാർട്ടിയിലേക്ക് ഒഴുകുമോ എന്നാണ് അറിയേണ്ടത്.